സുരക്ഷാബോധം സ്വഭാവത്തിന്റെ ഭാഗമാക്കി മാറ്റിയ ഓരോ തൊഴിലാളിയിൽ നിന്നുമാണ് സുരക്ഷിതമായ ഒരു തൊഴിൽ സംസ്കാരം ജനിക്കുന്നത്. അതിനായി ഞങ്ങൾ കൈവരിച്ച മാർഗങ്ങളാണിവ. ബിഫോർ കമൻസിംഗ് വർക്ക് അഥവാ ജോലി തുടങ്ങുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ആഫ്റ്റർ ക്ലോസിംഗ് വർക്ക്, സേഫ്റ്റി ഓഫീസർ വർക്കേഴ്സിന് ടൂൾ ബോക്സ് ടോക്ക് മീറ്റിംഗ് നടത്തുന്നു. സേഫ്റ്റി ഓഫീസർ സേഫ്റ്റി മാൻ ചെക്ക് ലിസ്റ്റ് പുറത്തെടുത്ത് വർക്കേഴ്സിന് അതിനെപ്പറ്റി വിശദമായി പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം വർക്കേഴ്സിൽ ഒരാൾക്ക് സേഫ്റ്റി മാൻ ചെക്ക് ലിസ്റ്റ് കൈമാറുന്നു. വർക്കർ ജോലിസ്ഥലത്ത് എത്തി സേഫ്റ്റി മാൻ ചെക്ക് ലിസ്റ്റ് എടുക്കുന്നു. വർക്കേഴ്സ് PPE ധരിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തി ശരിവെക്കുന്നു. പിന്നീട് മെഷീൻസ് ഉപകാരപ്രദമാണോ എന്നും അതിൻ്റെ വാലിഡിറ്റിയും നോക്കി ശരിവെക്കുന്നു. അതിനുശേഷം വർക്ക് സൈറ്റ് അപകടരഹിതമാണെന്നും വഴി നടക്കാനാകും വിധത്തിൽ പാത സജ്ജീകരിച്ചിട്ടുണ്ട് എന്നും ഉറപ്പാക്കുന്നു. തുടർന്ന് സൂപ്പർവൈസർക്ക് വർക്ക് ചെയ്യാനുള്ള പെർമിറ്റ് ലഭിച്ചിട്ടുണ്ടോ എന്ന് നോക്കുന്നു. എല്ലാം നോക്കിയതിനു ശേഷം സൂപ്പർവൈസർക്ക് സേഫ്റ്റി മാൻ ചെക്ക് ലിസ്റ്റ് സൈൻ ചെയ്യാൻ കൈമാറുന്നു. തുടർന്ന് സൂപ്പർവൈസർ സേഫ്റ്റി മാൻ ചെക്ക് ലിസ്റ്റിലെ എല്ലാ നിബന്ധനകളും ഒന്നുകൂടെ ഉറപ്പുവരുത്തുന്നു. അതിനിടയിൽ കേബിൾ ലേഔട്ട് പ്രോപ്പറായല്ല സജ്ജീകരിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി വർക്കറിനെ അത് ബോധ്യപ്പെടുത്തുകയും വർക്കർ അത് ശരിയായ രീതിയിൽ സജ്ജീകരിച്ച ശേഷം സൈൻ ചെയ്യുകയും ചെയ്യുന്നു. പിന്നീട് സേഫ്റ്റി ഓഫീസർ കടന്നു വരികയും വീണ്ടും സേഫ്റ്റി മാൻ ചെക്ക് ലിസ്റ്റ് പ്രകാരമുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുകയും ചെയ്യുന്നു. അതിനിടയിൽ കത്തുപിടിക്കാൻ സാധ്യതയുള്ള ഒരു വസ്തു കണ്ടെത്തുകയും വർക്കറിനോട് അത് നീക്കം ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. സേഫ്റ്റി മാൻ ചെക്ക് ലിസ്റ്റ് പ്രകാരം എല്ലാം ഉറപ്പുവരുത്തിയതിനു ശേഷം സേഫ്റ്റി ഓഫീസർ സൈൻ ചെയ്തു കൊടുക്കുന്നു. ജോലി കഴിഞ്ഞതിനു ശേഷമുള്ള കാര്യങ്ങൾ സേഫ്റ്റി മാൻ ചെക്ക് ലിസ്റ്റ് പ്രകാരം വർക്കർ ചെയ്തു തീർക്കുകയും സേഫ്റ്റി മാൻ ചെക്ക് ലിസ്റ്റിൽ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ശേഷം സൂപ്പർവൈസർക്ക് സേഫ്റ്റി മാൻ ചെക്ക് ലിസ്റ്റ് സൈൻ ചെയ്യാൻ കൊടുക്കുന്നു. സൂപ്പർവൈസർ എല്ലാം ശരിയായ രീതിയിൽ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തി സൈൻ ചെയ്യുന്നു. ശേഷം സേഫ്റ്റി ഓഫീസർ തിരികെ വന്ന് സേഫ്റ്റി മാൻ ചെക്ക് ലിസ്റ്റ് പ്രകാരം എല്ലാം ചെയ്തു എന്ന് ഉറപ്പുവരുത്തി സൈൻ ചെയ്ത് കൊടുക്കുന്നു. തൊഴിലാളികൾക്കും സ്ഥാപനത്തിനുമുള്ള ഗുണങ്ങൾ. ക്രമശീലവും സുരക്ഷാബോധവും വളർത്തുന്നു. ചെക്ക് ലിസ്റ്റ് ഓരോ ദിവസവും വ്യത്യസ്ത തൊഴിലാളികൾക്ക് നൽകുന്നതിലൂടെ എല്ലാവർക്കും സജീവ പങ്കാളിത്തം ലഭിക്കുന്നു. ഇതിലൂടെ സ്ഥിരമായ സുരക്ഷാശീലങ്ങൾ രൂപപ്പെടുകയും ജോലിസ്ഥലത്തെ അപകട സാധ്യതകളെക്കുറിച്ച് ബോധം വർദ്ധിക്കുകയും ചെയ്യുന്നു. വർക്ക് പെർമിറ്റ് രജിസ്ട്രേഷൻ. സേഫ്റ്റി ഓഫീസർ വർക്ക് സൈറ്റിൽ വന്ന് വർക്ക് പെർമിറ്റ് ഡീറ്റെയിൽസ് എഴുതിയെടുക്കുന്നു. ശേഷം സീരിയൽ നമ്പർ, പെർമിറ്റ് നമ്പർ, വെസൽ നമ്പർ, വർക്ക് ഡീറ്റെയിൽസ്, നെയിം ഓഫ് ദി സൂപ്പർവൈസർ, സ്റ്റാർട്ടിംഗ് ഡേറ്റ്, എൻഡ് ഡേറ്റ് എന്നിവ എഴുതി ചേർക്കുന്നു. തുടർന്ന് സീരിയൽ നമ്പർ അതാത് വർക്ക് പെർമിറ്റ് നമ്പറിൽ എഴുതി ചേർക്കാൻ സൂപ്പർവൈസറോട് പറയുന്നു. ഇതിലൂടെ ആരെല്ലാം വർക്ക് പെർമിറ്റ് നമ്പർ സേഫ്റ്റി ഓഫീസറെ കാണിച്ചിട്ടില്ല എന്ന് പിന്നീട് വർക്ക് പെർമിറ്റിലെ സീരിയൽ നമ്പർ ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും. കൂടാതെ ക്ലോസ് ചെയ്യാനുള്ള വർക്ക് പെർമിറ്റുകൾ അതാത് സൂപ്പർവൈസർമാരെ വിളിച്ച് സേഫ്റ്റി ഓഫീസർ ബോധ്യപ്പെടുത്തുന്നു. പിന്നീട് സൂപ്പർവൈസർ ക്ലോസ് ചെയ്ത പെർമിറ്റുമായി വരികയും സീരിയൽ നമ്പർ നോക്കി പെർമിറ്റ് ഡീറ്റെയിൽസ് എടുക്കുകയും അതിൽ ക്ലോസിംഗ് ഡേറ്റ് ആഡ് ചെയ്ത ശേഷം സേഫ്റ്റി ഓഫീസർ സൈൻ ചെയ്യുകയും തുടർന്ന് സൂപ്പർവൈസർ സൈൻ ചെയ്യുകയും ചെയ്യുന്നു. ഈ സിസ്റ്റത്തിന്റെ ഗുണങ്ങൾ. ട്രാക്കിംഗ്. രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത വർക്ക് പെർമിറ്റുകൾ വേഗത്തിൽ കണ്ടെത്താൻ ഇത് സഹായിക്കുന്നു. ഇതിലൂടെ രേഖാപരമായ കുറവുകൾ ഒഴിവാക്കാനും നിയന്ത്രണം ശക്തിപ്പെടുത്താനും കഴിയും. മാനേജ്മെന്റ് മേൽനോട്ടം. നടന്നുകൊണ്ടിരിക്കുന്നതും പദ്ധതിയിട്ടതുമായ ജോലികളുടെ വിശദമായ വിവരങ്ങൾ മാനേജ്മെന്റിന് എളുപ്പത്തിൽ ലഭ്യമാകുന്നു. പെർമിറ്റ് ക്ലോഷർ. പെർമിറ്റ് അടയ്ക്കേണ്ട തീയതികൾ ട്രാക്ക് ചെയ്യാനും സിസ്റ്റം സഹായിക്കുന്നു. പ്രീയൂസ് ടെസ്റ്റിംഗ് ഓഫ് ചെയിൻ ബ്ലോക്സ്. ചെയിൻ ബ്ലോക്ക് ഉപയോഗിക്കുന്നതിന് മുൻപായി സൂപ്പർവൈസർ ചെയിൻ ബ്ലോക്ക് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നു. അതിനുവേണ്ടി ചെയിൻ ബ്ലോക്ക് ടെസ്റ്റിംഗ് രജിസ്റ്ററിൽ ദിവസം, വെസൽ നെയിം, സൂപ്പർവൈസർ നെയിം, ടെസ്റ്റ് ചെയ്യാൻ ആവശ്യമായ ലോഡ് വെയ്റ്റ് എഴുതി ചേർക്കുന്നു. തുടർന്ന് ചെയിൻ ബ്ലോക്ക് അതിൻ്റെ ആവശ്യമായ ലോഡ് വെയ്റ്റിൽ നിന്നും ഇരട്ടിയായ ലോഡ് വെയ്റ്റ് നൽകി ടെസ്റ്റ് ചെയ്ത് ഉറപ്പുവരുത്തുന്നു. അതിനുശേഷം ടെസ്റ്റ് ചെയ്ത ലോഡ് വെയ്റ്റും ടെസ്റ്റിങ്ങിൻ്റെ ഫലവും
എഴുതി സൈൻ ചെയ്യുന്നു. ഉദ്ദേശവും ഗുണങ്ങളും. 2 ഘട്ട പരിശോധനാ സംവിധാനം സ്ഥാപിക്കുന്നു. 6 മാസത്തിലൊരിക്കൽ നടത്തുന്ന നിയമാനുസൃത പരിശോധനയും ഉപയോഗിക്കുന്നതിന് മുമ്പ് നടത്തുന്ന പരിശോധനയും ഉൾപ്പെടുന്ന 2 ഘട്ട പരിശോധനാ സംവിധാനം ഉറപ്പാക്കുന്നു. പ്രൊവിഷൻ ഓഫ് സീൽഡ് ഗ്യാസ് സ്റ്റേറ്റ് ഗോഗിൾസ്. സൂപ്പർവൈസർമാർക്കും ഹെൽപ്പർമാർക്കും വെൽഡിംഗ് വർക്കിൽ നിന്നും വരുന്ന പുക മൂലം കണ്ണിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു. നോർമൽ സേഫ്റ്റി ഗോഗിൾസിന്റെ ഇടയിൽ കൂടി പുക വരുന്നത് കാരണമാണ് ഇവ ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കിയതിനാൽ സീൽഡ് ഗ്യാസ് സ്റ്റേറ്റ് ഗോഗിൾസ് വർക്കേഴ്സിന് നൽകുകയും ഇത് വെക്കുന്നത് മൂലം കണ്ണിലേക്ക് പുക കയറുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു. ഈ തീരുമാനം കാരണം വർക്കേഴ്സിന് പുക കണ്ണിലടിക്കുന്ന പ്രശ്നത്തിൽ നിന്നും ഒരു പരിഹാരം കണ്ടെത്താനും സാധിച്ചു. ഉദ്ദേശവും ഗുണങ്ങളും. കണ്ണുകളുടെ സംരക്ഷണം ഉറപ്പാക്കുന്നു. സൂക്ഷ്മമായ അലുമിനിയം ഓക്സൈഡ് കണങ്ങൾ, മെറ്റൽ പുക, വാതകങ്ങളാൽ ഉണ്ടാകുന്ന രാസപ്രകോപനങ്ങൾ എന്നിവയിൽ നിന്ന് കണ്ണുകളെ സംരക്ഷിക്കുന്നു. നിയർ മിസ് റിപ്പോർട്ടിംഗ് ആൻഡ് സേഫ്റ്റി റെക്കഗ്നിഷൻ. വർക്കർ സേഫ്റ്റി ഓഫീസറിന്റെ അടുത്തേക്ക് വരികയും നിയർ മിസ് ഇൻസിഡന്റിനെ പറ്റി വിശദമായി പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. തുടർന്ന് സേഫ്റ്റി ഓഫീസർ അത് കൃത്യമായി രേഖപ്പെടുത്തുന്നു. അതിനുശേഷം മാസത്തിൽ ഏറ്റവും കൂടുതൽ ഉചിതമായ നിയർ മിസ് റിപ്പോർട്ട് ചെയ്ത വർക്കറിന് ഫുഡ് കൂപ്പൺ ഉപഹാരമായി നൽകുന്നു. ഗുണങ്ങൾ. സുരക്ഷാ സംസ്കാരം മെച്ചപ്പെടുത്തുന്നു. തൊഴിലാളികൾക്ക് സുരക്ഷയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനും എല്ലായ്പ്പോഴും ജാഗ്രത പാലിക്കാനും പ്രോത്സാഹനം നൽകുന്നു. അപകടങ്ങൾ തടയുന്നു. സാധ്യതയുള്ള അപകടങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്യുന്നതിനാൽ സംഭവങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അവ പരിഹരിക്കാൻ കഴിയും. മാസ് ക്ലീനിംഗ് ഡ്രൈവ്. കമ്പനി പരിസ്ഥിതി സംരക്ഷണത്തോടും സമൂഹക്ഷേമത്തോടും ഉള്ള ഹെൽത്ത്, സേഫ്റ്റി ആൻഡ് എൻവയോൺമെന്റ് പ്രതിബദ്ധതയുടെ ഭാഗമായി ക്രമബദ്ധമായ ഒരു മാസ് ക്ലീനിംഗ് ഡ്രൈവ് ആരംഭിച്ചിരിക്കുന്നു. ഈ പരിപാടിയുടെ ഭാഗമായി കമ്പനി പരിസരത്തിലും ചുറ്റുപാടുകളിലും ക്രമീകരിച്ച ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തപ്പെടുന്നു. ഇതിലൂടെ ശുചിത്വവും സുരക്ഷയും പരിസ്ഥിതി ഉത്തരവാദിത്തവും ഉറപ്പുള്ള ഒരു ജോലി അന്തരീക്ഷം നിലനിർത്തുകയാണ് ലക്ഷ്യം. ഇതിന്റെ ഫലമായി സമീപ സ്ഥാപനങ്ങളും സമാനമായ നടപടികൾ സ്വീകരിക്കാൻ പ്രചോദിതരായി. ഇതുവഴി കമ്പനി സമൂഹത്തിൽ ഉത്തരവാദിത്തമുള്ള ഒരു മാതൃകാ കോർപ്പറേറ്റ് സ്ഥാപനമായി ഉയർന്നു നിൽക്കുന്നു. എംപ്ലോയി വെൽഫെയർ ആൻഡ് വെൽബീയിങ് പ്രോഗ്രാംസ്. തൊഴിലാളികളുടെ ആരോഗ്യവും മാനസിക ക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനായി കമ്പനി ക്രമബദ്ധമായ ക്ഷേമ വിനോദ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നു. ചൂട് സമ്മർദ്ദവും ജലാംശ നിയന്ത്രണവും. കനത്ത വേനൽക്കാല സാഹചര്യങ്ങളിൽ തൊഴിലാളികൾക്ക് എനർജി ഡ്രിങ്കുകളും ഹൈഡ്രേഷൻ സപ്ലിമെന്റുകളും നൽകുന്നു. ചൂട് സംരക്ഷണ പദ്ധതി. നേരിട്ടുള്ള സൂര്യപ്രകാശത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കായി വലിയ കുടകളും നിഴൽ പ്രദേശങ്ങളും ഒരുക്കുന്നു. ഇതിലൂടെ ഔട്ട്ഡോർ ജോലികൾക്കിടയിൽ ചൂടും അൾട്രാ വയലറ്റ് കിരണങ്ങളും മൂലമുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുന്നു. വിനോദ സൗകര്യങ്ങളും. 1 മണിക്കൂർ ലഞ്ച് ബ്രേക്കിനിടെ കുറഞ്ഞ അപകട സാധ്യതയുള്ള ഇൻഡോർ വിനോദ പ്രവർത്തനങ്ങൾ. ഉദാഹരണത്തിന് കാർഡ് കളി, ക്യാരം ബോർഡ് കളി തുടങ്ങിയവ കളിക്കാൻ തൊഴിലാളികളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇതിലൂടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും കൂട്ടായ്മയും സൗഹൃദവും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. കമ്പനി മാസത്തിലൊരിക്കൽ ഫുട്ബോൾ മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും അതിന്റെ മുഴുവൻ ചെലവും സ്പോൺസർ ചെയ്യുകയും ചെയ്യുന്നു. ശാരീരിക ഫിറ്റ്നസ്, ടീം വർക്ക്, മാനസിക സമ്മർദ്ദം കുറയ്ക്കൽ, തൊഴിലാളികൾ തമ്മിലുള്ള നല്ല വ്യക്തിബന്ധങ്ങൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ പ്രവർത്തനങ്ങളുടെ പ്രധാന ലക്ഷ്യം. ജോലി ജീവിത സന്തുലിതാവസ്ഥ, തൊഴിലാളികളുടെ പങ്കാളിത്തം, മാനസികാരോഗ്യം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കമ്പനി മുഴുവൻ ചെലവും വഹിച്ച് വാർഷിക വിനോദയാത്ര സംഘടിപ്പിക്കുന്നു. പ്രധാന ഉത്സവാഘോഷങ്ങൾ. ഓണം, ക്രിസ്മസ് എന്നിവ പോലുള്ള പ്രധാന ഉത്സവങ്ങൾ കമ്പനി മുഴുവൻ ചെലവും വഹിച്ച് ആഘോഷിക്കുന്നു. ഇതിലൂടെ തൊഴിലാളികളിൽ സന്തോഷവും ഐക്യവും വളർത്തുന്നു. HSE എംപ്ലോയി എൻഗേജ്മെന്റ് ആൻഡ് നോളജ് എൻഹാൻസ്മെന്റ് പ്രോഗ്രാം. കമ്പനിയുടെ ഹെൽത്ത്, സേഫ്റ്റി ആൻഡ് എൻവയോൺമെന്റ് ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നു. തൊഴിലാളികൾക്കായി ക്രമബദ്ധമായ ഗെയിമുകൾ, ക്വിസുകൾ, സംവേദനാത്മക മത്സരങ്ങൾ എന്നിവ സംഘടിപ്പിച്ച് പൊതുവിജ്ഞാനം, സുരക്ഷാ ബോധവൽക്കരണം, തൊഴിലാളി പങ്കാളിത്തം എന്നിവ വർദ്ധിപ്പിക്കുന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. സുരക്ഷ എന്നത് കേവലം ഒരു നിയമം മാത്രമല്ല, ഓരോരുത്തരുടെയും ശീലങ്ങളിലൂടെ വളർത്തിയെടുക്കേണ്ട സംസ്കാരമാണ്. ആ സംസ്കാരം നമ്മുടെ ജീവിതത്തോടുള്ള ആദരവാണ്.